വെൽക്കം ബാക്ക്. ഞാൻ ഇന്നൊരു മേക്കപ്പ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു സ്പെഷ്യൽ ഉണ്ട്. ഈ ഡ്രസ്സ് വന്നത് OG2 സോൾസ് ലേബിളിൽ നിന്നാണ്. ഇത് എനിക്ക് എൻ്റെ കറക്റ്റ് സൈസ് പോലും അല്ല, പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതുകൊണ്ട് ഞാൻ ഇതിട്ടിട്ട് എന്തായാലും ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ട് ഈ വർക്കൊക്കെ വന്നിട്ട്. ഈ ഒരു ഭയങ്കര എനിക്കിഷ്ടമായി. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. മീഡിയം ടു XL അവൈലബിൾ ആണ്. ഞാനിവിടെ പേജിൻ്റെ ഇത് ഡീറ്റെയിൽസ് ഇറക്കാം കേട്ടോ. ഇവിടെ പിൻ ചെയ്യാം കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. സോ ഞാൻ ആദ്യം ഈ ഒരു മോയ്സ്ചറൈസറിൽ തുടങ്ങുന്നതാണ്. അതും ഒലയുടെ മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. എൻ്റെ കയ്യിൽ വേറെയൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി സാമ്പിൾസ് വരെ ഇരിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അതൊന്നും ട്രൈ ചെയ്യാറില്ല. മോയ്സ്ചറൈസർ ഇടുമ്പം എനിക്ക് ഒലയുടെ തന്നെ ഇടാൻ തോന്നും. എനിക്കറിയില്ല എന്താണ്, ഞാൻ ട്രൈ ചെയ്യണം എന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ആ സാമ്പിളൊക്കെ, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. യെസ്, ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോണേണ്. വിചാരിച്ചു എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോസ്, ഞാൻ മേക്കപ്പ് വ്ളോഗ്സ് അല്ലെങ്കിൽ മേക്കപ്പ് വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ആ വീഡിയോസ് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ച്. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സ് ഒക്കെ കേൾക്കും, നിങ്ങളത് ശ്രദ്ധിക്കണ്ട. അക്കൗണ്ടാണ്. എപ്പോഴും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പകുതിയോളം വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാറില്ല, ഈ ഒച്ചയും സൗണ്ടൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ നെക്സ്റ്റ് വന്നത് സൺസ്ക്രീൻ ആണ്. ഡെൽബയുടെ സൺസ്ക്രീൻ ആണ് ഞാൻ യൂസ് ചെയ്യണത്. ഇവിടെ സമ്മറൊക്കെ കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ ലാ റോഷ് പോസയുടെ ആണ് നോർമലി സമ്മർ ടൈമിൽ യൂസ് ചെയ്യണത്. ഇതിലൊരു ടിൻറ്റും കൂടിയുണ്ട്, അപ്പം നമുക്ക് എക്സ്ട്രാ ഫൗണ്ടേഷൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ BB ക്രീമിൻ്റെ കാര്യങ്ങളൊന്നുമില്ല, ഇതിട്ടാൽ മതി. ഓൾറെഡി ഞാൻ ഇപ്പോൾ സ്കിൻ ടിൻ്റെ ആയിരുന്നു ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തിരുന്നത്. ഞാൻ ഒന്നും യൂസ് ചെയ്യാറില്ല, ജസ്റ്റ് ഹൈലൈറ്റർ യൂസ് ചെയ്യാം, അത്രയൊക്കെ ഉള്ളു. സോ സൺസ്ക്രീൻ യൂസ് ചെയ്തതിന് ശേഷം ഞാൻ കയ്യിലും ഒക്കെ യൂസ് ചെയ്യണത് വേറൊരു ലോഷനാണ് കേട്ടോ. ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല അല്ലേ, ഞാൻ പിന്നീട് നിങ്ങളെ കാണിക്കാം കേട്ടോ. അടുത്തത് വന്നത് മാക്കിൻ്റെ സ്റ്റോപ്പ് ക്രീം ആട്ടോ. ഞാൻ ഇന്ന് വിചാരിച്ചു, കുറച്ച് ആളാണ് ഞാൻ സ്കിൻ ടിൻ്റ് ഒക്കെ യൂസ് ചെയ്ത്, ഒന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ഫോട്ടോസ് എടുക്കണേന് ഇതാ പേജിന് എനിക്ക് ഇടാൻ വേണ്ടി. അപ്പോൾ ഫോട്ടോസ് എടുക്കണോണ്ട് ചുമ്മാ സ്കിൻ ടിൻ്റൊക്കെ ഇടാം. സ്കിൻ ടിൻ്റെ ആവശ്യമൊന്നുമില്ല, വെറുതെ ഈ ഹൈലൈറ്ററിൻ്റെ ആവശ്യമുള്ളൂ. അങ്ങനെ രസം ചെയ്യുമ്പോൾ ഒരു പെട്ടെന്ന് എനിക്കിങ്ങനെ മൂഡ് വന്നതുകൊണ്ട് ഞാൻ സ്കിൻ ടിൻ്റ് ഉപയോഗിക്കാം. ഞാൻ സ്കിൻ ടിൻ്റിലും കൂടി കുറച്ച് ഞാൻ ബാലൻസ് വെച്ചിട്ടുണ്ട്, അപ്പം നല്ല ഒരു ഗ്ലോയി ഫിനിഷ് വരുള്ള. ഇതിൻ്റെ ഒപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന സ്കിൻ ടിൻ്റ് ഞാൻ യൂസ് ചെയ്യാം. നോക്കട്ടെ. യെസ്, സ്കിൻ ടിൻ്റ് ഞാൻ യൂസ് ചെയ്യാൻ പോണത് മേബ്ലൈൻ്റെ സൂപ്പർ സ്റ്റേ സ്കിൻ ടിൻ്റാണ് കേട്ടോ. അപ്പം അതിൽ വൈറ്റമിൻ C കൂടെയുണ്ട്. അപ്പം അതും യെസ് ഈ നമ്മുടെ മാക്കിൻ്റെ സ്റ്റോപ്പ് ക്രീമും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോണത്. യെസ്, കുറേ നാളായി സ്കിൻ ടിൻ്റ് യൂസ് ചെയ്തിട്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കും എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ. പിന്നെ നിങ്ങൾ എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സൂൺ ചെയ്യാം. എനിക്ക് ലോങ് വീഡിയോസ് ചെയ്യാമെന്നുണ്ട്. ലിപ്സ്റ്റിക് കളക്ഷനും ചെയ്യാൻ്റെയൊക്കെ ഞാൻ സൂൺ ചെയ്യാം, മേ ബി നെക്സ്റ്റ് വീക്കോ അങ്ങനെ. അപ്പം എന്തെങ്കിലും ഇനിയും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമെൻറ്റ് ചെയ്യാം. പിന്നെ ലിപ്സ്റ്റിക് കളക്ഷൻസ് നിങ്ങൾ സത്യം പറഞ്ഞാൽ അത് ലിപ്സ്റ്റിക് സീരീസിൽ ഞാൻ പകുതിയോളം ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും ചെയ്യാത്തതും ഉണ്ടായിരുന്നു. ഞാൻ കൂടുതൽ ഞാൻ യൂസ് ചെയ്യാത്തത് ഞാൻ കീപ്പ് ചെയ്യാറില്ല, ഞാനത് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാറേ ഉള്ളൂ. അപ്പം എൻ്റെ കയ്യിൽ അങ്ങനെ യൂസ് ചെയ്യാത്തതായിട്ട് സെപ്പറേറ്റ് ആയിട്ടൊന്നുമില്ല. ഞാൻ കൂടുതൽ യൂസ് ചെയ്യണ മാത്രമേ കീപ്പ് ചെയ്യുള്ളൂ. നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യാത്ത വെറുതെ വെച്ചിട്ട് കൊടുക്കാത്രേ ഉള്ളൂ. അപ്പം സ്കിൻ ടിൻ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ബ്ലഷ് യൂസ് ചെയ്യാം. എപ്പോഴും ഞാൻ എനിക്ക് ഫേവറേറ്റ് സത്യം പറഞ്ഞ ബെനീറ്റിൻ്റെ ആണ്, പക്ഷെ ഇന്നിപ്പം ഞാൻ റെവല്യൂഷൻ്റെ ജെല്ലി ബ്ലഷ് യൂസ് ചെയ്യണം കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് നോക്കും, ബിക്കോസ് മിററിലേക്ക് നോക്കണം കേട്ടോ. കാര്യം ബെനീറ്റഡ് ഇത് നല്ലതാണ് ഞാൻ പറയാൻ കാരണം, ബെനീറ്റഡ് എനിക്ക് ഭയങ്കര നാച്ചുറൽ ആയിട്ട് ഇരിക്കണ പോലെ.
രസമായിട്ട് നാച്ചുറലായിട്ട് ഇരിക്കണത്. ഞാൻ പിന്നെ അത് ലിപ്റ്റിൻ്റെ കൂടി ആട്ടോ, പക്ഷെ ഞാൻ അങ്ങനെ ലിപ്സിൽ യൂസ് ചെയ്യാറില്ല കേട്ടോ. എനിക്കങ്ങനെ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ചിലവർ ഞാൻ യൂസ് ചെയ്യണം കണ്ടിട്ടുണ്ട്. ഇപ്പം ലിപ്സ്റ്റിക് ആണെന്നുണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യണം. എനിക്ക് പൊതുവേ അതിനോട് താല്പര്യമില്ല, അത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ ഞാൻ ലിപ്സ്റ്റിക് സീരീസ് ചെയ്യണത് ഇപ്പോൾ ഓരോ ആൾക്കാർ പറയുന്നതൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളെല്ലാം ഇത് വാങ്ങിക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം. പിന്നെ നല്ല പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നല്ല ഇത് മാത്രമേ ഞാൻ റിവ്യൂ ചെയ്യാറുള്ളൂ. റിവ്യൂ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാറുണ്ട് കേട്ടോ. നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സോ അടുത്തത് നിങ്ങൾക്ക് അറിയാം എൻ്റെ ഫേവറേറ്റ് ഹൈലൈറ്റർ. ഇതില്ലാതെ എന്താ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു സ്കിൻ ടിൻ്റെയോ ഫൗണ്ടേഷൻ്റെയോ ഒരു ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല. ഇത് മാത്രം മതി, അത്രയും എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ സോ അത് യൂസ് ചെയ്തിട്ടാ ഞാൻ ഇങ്ങനെ കണ്ട് യൂസ് ചെയ്യണത്. ഇവിടെ പിന്നെ ഇവിടെ ഒരു ഗ്ലോയി എഫക്റ്റ് ഇട്ടാണ് നോക്കി ഇവിടെ ചുണ്ടിൻ്റെ അവിടെ യൂസ് ചെയ്യും. ഇത് നല്ല നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോഴും അല്ലാതെ നേരിട്ടും നമ്മുടെ സ്കിൻ ഭയങ്കര നാച്ചുറലായിട്ട് ഇരിക്കും കേട്ടോ, രസമായിട്ട് ഇരിക്കും കേട്ടോ ഈ ഒരു ഹൈലൈറ്റർ. നമ്മൾ ഗ്ലാസ് സ്കിൻ എന്ന് വെച്ചാൽ ഇത് മാത്രം ഇട്ട ഇപ്പം ലൈക്ക് വേറെ ഒന്നും ഇടാതെ നമ്മൾ ഇപ്പം മേക്കപ്പ് ചെയ്യണില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ ഇത് മാത്രം ഇട്ടാൽ മതി. മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇത് മാത്രം ഇട്ടാൽ നമ്മുടെ സ്കിന്നാണ് പറയുള്ളൂ കേട്ടോ. ലൈക്ക് സോ യാ. അപ്പം നെക്സ്റ്റ് വന്നത് ഐബ്രോ പെൻസിൽ ഞാൻ യൂസ് ചെയ്യണത് ഐബ്രോ പെൻസിലാണോ ഞാൻ യൂസ് ചെയ്യണത്. ഇത് വന്നത് ഇവിടുത്തെ ഒരു ബ്രാൻഡാണ്. സോ ഇതിനിപ്പം ഐബ്രോ യൂസ് ചെയ്ത് കഴിഞ്ഞു, ഐബ്രോ പെൻസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ലൈറ്റായിട്ടൊരു ഈ ഷാഡോ ഇടാം. ഷാഡോ വന്നത് ഹുദ ബ്യൂട്ടിയുടെ ഈ ഒരു ഇതാണ്. എൻ്റെ കയ്യിൽ വേറെ ഇതും ഇരിപ്പുണ്ട്, ബട്ട് നമ്മളിത് യൂസ് ചെയ്ത് തുടങ്ങണം, നമ്മൾ ഇതേ പിന്നെ യൂസ് ചെയ്യുള്ളൂ. അതൊരു പ്രത്യേകതയുണ്ട്. ഇടയ്ക്ക് മാത്രം ഞാൻ പല കാലത്തും ഇപ്പം ജസ്റ്റ് വീഡിയോ എടുക്കാം. പൊതുവേ ഞാൻ ലിപ് സീരീസ് ചെയ്യുമ്പം ഞാൻ മേക്കപ്പ് ചെയ്യാറില്ല, ബിക്കോസ് നിങ്ങൾക്ക് അത്രയും കറക്റ്റായിട്ട് എൻ്റെ ലിപ് ഷെയ്ഡ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇടാറില്ല. പിന്നെ ചില വീഡിയോസിൽ ഞാൻ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ തോന്നുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യണമ്പോൾ വേറെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാം. അല്ലാതെ എനിക്ക് ഫേവറേറ്റ് സത്യം പറഞ്ഞാൽ ഇതാട്ടോ, ഹുദ ബ്യൂട്ടിയുടെ. സോ എനിക്ക് ഏറ്റവും ഇതായിട്ടില്ല ഈ ഒരു ഇതിൽ നിന്ന് ഗെറ്റ് ഇട്ടാണ് എനിക്ക് പേഴ്സണലി എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ചെയ്യും. അത് ഞാനിപ്പം യൂസ് ചെയ്യാൻ പോകുന്ന കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ബ്രാൻഡാണ്. എനിക്ക് വേറെ ഇരിപ്പുണ്ട്, ഞാനിപ്പം പെട്ടെന്ന് കിട്ടിയത് ഇതാണ്. അപ്പോൾ ഇതാണ് യൂസ് ചെയ്യണത്. അപ്പം ഐലൈനർ യൂസ് ചെയ്യട്ടെ കേട്ടോ, കാര്യം കുർത്തിയൊക്കെ അല്ലേ ഇട്ടേക്കണത്. അപ്പം ഐലൈനറൊക്കെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് മസ്കാര ഇടാം. മസ്കാര വന്നത് റിമ്മൽ ലെൻഡൻ്റെ ആണ് കേട്ടോ. റിമ്മൽ ലെൻഡൻ്റെ ത്രിൽ സീക്കർ എന്ന് പറഞ്ഞ് പീച്ചി ഷെയ്ഡ് യൂസ് ചെയ്യാം കേട്ടോ. പീച്ചി അല്ല, സോറി, ഇറസിസ്റ്റബിളും ഉണ്ട് പീച്ചിയും ഉണ്ട്, പക്ഷെ ഞാൻ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഇറസിസ്റ്റബിൾ ആണ്. അപ്പോൾ അടുത്ത നമുക്ക് ലിപ്സ്റ്റിക് ഇട്ടാലോ. ലിപ്സ്റ്റിക്കിൽ ഞാനിപ്പം നോക്കട്ടെ. സൂപ്പർ വൈനലിങ്ങിൻ്റെ ഇറസിസ്റ്റബിൾ എന്ന് പറഞ്ഞ ഷെയ്ഡായിട്ട് യൂസ് ചെയ്യാൻ പോണത്. നിങ്ങൾ എന്നെ സജസ്റ്റ് ചെയ്ത ഷെയ്ഡാ. സോ യാ, ലിപ്സ്റ്റിക് കഴിഞ്ഞു. ഇപ്പം ഇത്ര ചെയ്യുന്നുള്ളൂ. സോ ഇത്രയുള്ള ഈ ഒരു ഇത് നിങ്ങൾക്ക് കുർത്തി ചെക്കൗട്ട് ചെയ്യണമെങ്കിൽ ഭയങ്കര അഫോർഡബിൾ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കൂടുതൽ സാരീസാണ്, നമ്മൾ സ്റ്റോറീസാണ് കൂടുതൽ ഇടുന്നത്. അപ്പം ഫോട്ടോസ് പോസ്റ്റ് ചെയ്യണം, നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഞാനിപ്പോൾ ഫോട്ടോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. ആ പേജിൽ എല്ലാം നമ്മൾ അഫോർഡബിൾ ആയിട്ടാണ് ചെയ്യുന്നത്. സോ സാക്കായിട്ട് അവിടെ നിന്ന് സൗണ്ട് ഉണ്ടാക്കണം, ഐം സോ സോറി. സോ ദാറ്റ്സ് ഇറ്റ്. ഈ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.